ജനുവരി 27, 2016 ഗുജറാത്തിൽ സൂറത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം രാത്രി 10-11 മണിയാകുന്ന ടൈമിന് ഒരു വീട്ടിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുകയാണ്. പെട്ടെന്ന് അയൽവാസികൾ ഈ വീട്ടിനകത്തോട്ട് ഓടിപ്പോവുകയാണ്. ഓടിപ്പോയ ടൈമിന് ഒരു മുറിയിൽ നിന്നും ആരോ ഒച്ചത്തിൽ അലറിക്കരയുന്ന രീതിയിലായിരുന്നു ഇവർക്ക് കേൾക്കാൻ കഴിഞ്ഞത്. പെട്ടെന്ന് ഇവർ ആ മുറിയുടെ അടുത്ത് പോയിട്ട് ആ മുറിയുടെ വാതിൽ തുറന്നു നോക്കുകയാണ്. വാതിൽ തുറന്നു നോക്കുന്ന ടൈമിന് ആ വീടിനകത്തുള്ള ദിഷിത്ത് എന്ന് പറയുന്ന ആളെ അതിദാരുണമായി വെട്ടി കൊലപ്പെടുത്തിയ രീതിയിലായിരുന്നു ഈ അയൽവാസികൾക്ക് കാണാൻ കഴിഞ്ഞത്. ഈ ശബ്ദം എവിടുന്നാണ് കേൾക്കുന്നത് എന്ന് ഈ അയൽവാസികൾ നോക്കുകയാണ്. ആ മുറിയുടെ അകത്ത് നിൽക്കുന്ന ഒരു ബാത്റൂമിന്റെ അകത്ത് നിന്നായിരുന്നു ഈ ശബ്ദം കേൾക്കുന്നത്. ഈ ബാത്റൂമിന്റെ വാതിൽ പോയി തുറന്നു നോക്കുന്ന ടൈമിന് അവർക്ക് കാണാൻ കഴിഞ്ഞത് ദിഷിത്തിന്റെ ഭാര്യയായ വെൽസിയെയും അതുപോലെ തന്നെ ഇവർ രണ്ടുപേരുടെയും 1 വയസ്സ് തികഞ്ഞ കുട്ടിയുമാണ് ഇവർക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഗുജറാത്തിനെ തന്നെ ഞെട്ടിച്ച ദിഷിത്തിന്റെ അതിദാരുണമായ കൊലപാതകത്തെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അയൽവാസികൾ നേരെ ഈ വിവരം വിളിച്ച് പോലീസിനോട് പറയുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ഈ വീട്ടിൽ വന്നപ്പോൾ പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് ദിഷിത്ത് എന്ന് പറയുന്ന ആളെ അതിദാരുണമായി വെട്ടേറ്റ് കൊലപാതകപ്പെട്ട രീതിയിലായിരുന്നു കാണാൻ കഴിഞ്ഞത്. ദിഷിത്തിൻ്റെ ബോഡി നേരെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി പോലീസുകാർ അയക്കുന്നുണ്ട്. അതുമാത്രമല്ല അവിടെ മുളകുപൊടി പാറ്റിയ രീതിയിലായിരുന്നു പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത്. ഇതൊക്കെ കൊണ്ട് തന്നെ എന്താക്കുന്നുണ്ട്, ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചിട്ട് അവിടെ വല്ല രീതിയിലുള്ള തെളിവും കാര്യങ്ങളും ഇവർക്ക് കിട്ടുമോ എന്ന രീതിയിലുള്ള ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം അവരുടെ രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളെല്ലാം അവിടെ നോക്കി വന്നിട്ടുണ്ടായിരുന്നു. പോലീസുകാർ നേരെ പുറത്തോട്ട് വരികയാണ്. പുറത്തോട്ട് വരുന്ന ടൈമിന് അവർക്ക് തൊട്ടടുത്ത വീട്ടിൽ CCTV ഉള്ള കാര്യം ഇവർ നേരെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭാര്യയായ വെൽസിയെ കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം മൊഴി എടുക്കുകയാണ്. മൊഴി എടുക്കുന്ന ടൈമിന് ഇവിടെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് രണ്ടുപേരും മുഖംമൂടി ഇട്ട് കത്തിയൊക്കെ എടുത്ത് വീട്ടിലോട്ട് കയറി വരികയാണ്. അതിനുശേഷം കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് എൻ്റെ ദേഹത്തുണ്ടായ സ്വർണ്ണാഭരണങ്ങളെല്ലാം അവർ ഊരിയെടുക്കുകയാണ്. പിന്നീട് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ആ ബാത്റൂമിലോട്ട് എന്നെയും എൻ്റെ കുഞ്ഞിനെയും കൊണ്ടുപോയി ലോക്ക് ചെയ്യാൻ നോക്കുകയാണ്. ലോക്ക് ചെയ്യുന്ന ടൈമിന് എൻ്റെ ഭർത്താവ് ഇവരെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കുന്ന ടൈമിനാണ് ഇവരെൻ്റെ ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. പിന്നീട് ഞങ്ങളെ രണ്ടുപേരും കൊണ്ടുപോയി ആ ബാത്റൂമിൽ ലോക്ക് ചെയ്യുകയും പിന്നീട് വീട്ടിലുണ്ടായ ചില രീതിയിലുള്ള സാധനങ്ങളെല്ലാം മോഷ്ടിച്ച് അവർ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ ആരുമില്ല, എല്ലാവരും ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഈ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു എന്ന രീതിയിലുള്ള കാര്യം ഇവർക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. ഇതാരോ വെൽ പ്ലാൻഡായി ചെയ്ത ഒരു കാര്യമാണ് എന്നും ഈ വെൽസി പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മൊഴി എടുത്തിട്ട് എന്താക്കുന്നുണ്ട്, ഇവളെ വിട്ടിട്ടുണ്ടായിരുന്നു. പോലീസുകാർക്ക് ഈ വെൽസിയെ ചില രീതിയിലുള്ള ഡൗട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതായത് ഈ മോഷ്ടിക്കാൻ വന്നു എന്നായിരുന്നു ഇവൾ പറഞ്ഞത്. മോഷ്ടിക്കാൻ വന്നു എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇവളെ ദേഹത്തിലുണ്ടായ ആഭരണങ്ങൾ മാത്രമാണ് ഇവർ കവർന്നിട്ടുണ്ടായിരുന്നത്. ഈ കൊലപ്പെടുത്തിയ ദിഷിത്തിൻ്റെ ദേഹത്തുള്ള സ്വർണ്ണമോതിരം അതുപോലെ തന്നെ ചില രീതിയിലുള്ള ആഭരണങ്ങളൊന്നും ഇവർ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ദിഷിത്തിൻ്റെ ദേഹത്തുണ്ടായ ആഭരണങ്ങളൊന്നും മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആ വീട്ടിലുണ്ടായ വേറെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും മോഷണം പോയിട്ടുണ്ടായിരുന്നില്ല. ഇവരുടെ ദേഹത്തുണ്ടായ ആഭരണങ്ങൾ മാത്രമേ ഇവർ കവർച്ചയ്ക്ക് വന്ന ആളുകൾ കവർന്നു പോയിട്ടുണ്ടായിരുന്നു. പോലീസുകാർക്ക് ഇവളെ മേലെ ചെറിയ രീതിയിലുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് പോലീസുകാർ നേരെ ആ വീട്ടിൻ്റെ അടുത്ത് പോയിട്ട് എന്താക്കുന്നുണ്ട്, CCTV പോയി ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് നോക്കാൻ വേണ്ടി. അതായത് ദിഷിത്തും ഇവളും വീട്ടിലോട്ട് വരുന്ന ടൈമിന് ഇവരെ കാറിനെ ഒരു ഓട്ടോറിക്ഷ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താക്കുന്നുണ്ട്, ഇവർ നേരെ വീട്ടിലോട്ട് കയറുന്നുണ്ട്. വീട്ടിലോട്ട് കയറുന്ന ടൈമിന് ആ ഓട്ടോറിക്ഷയിൽ ഈ രണ്ടുപേര് ഇറങ്ങിയിട്ട് പൈസ എല്ലാം കൊടുത്തിട്ട് എന്താക്കുന്നുണ്ട്, ആ ഓട്ടോറിക്ഷയെ പറഞ്ഞു വിട്ടിട്ട് നേരെ ഈ വീട്ടിനകത്തോട്ട് കയറി വരുന്ന രംഗം എന്താക്കുന്നുണ്ട്, ആ CCTV ഫുട്ടേജിൽ ഇവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് പോലീസുകാർ എന്താക്കുന്നുണ്ട്, അവരുടെ ഫേസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഫേസ് ഒരിക്കലും ക്ലിയറായി കാണുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ കൊണ്ട് തന്നെ ആ ഓട്ടോക്കാരനെ ആരാണ് എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളെല്ലാം പോലീസുകാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ ഓട്ടോക്കാരനെ പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഓട്ടോക്കാരൻ്റെ മൊഴി എടുക്കുകയാണ് പോലീസുകാർ. മൊഴി എടുക്കുന്ന ടൈമിൽ ഈ ഓട്ടോക്കാരൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ആരാ ഈ 2 പേരെന്ന് എനിക്കറിയില്ല, എന്നോട് ഈ ഓട്ടം വരാനാണ് പറഞ്ഞ് ഞാനിന്ന് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങോട്ട് ഓട്ടം വരികയും ചെയ്തു എന്നായിരുന്നു പോലീസുകാരോട് പറഞ്ഞത്. അവർ രണ്ടുപേരുടെയും ഫേസും കാര്യങ്ങളും എനിക്ക് ഓർമ്മയില്ല എന്ന കാര്യം ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസുകാർക്ക് ഇവളെ ഡൗട്ട് ഉള്ളത് കൊണ്ട് തന്നെ എന്താക്കുന്നുണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് പോയിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തായി ഇവിടെ കിട്ടിയ തെളിവും കാര്യങ്ങളെല്ലാം എന്തായി എന്ന് പറയുകയാണ്. അതായത് ഈ വീട്ടിനകത്ത് നിന്നും ഇവർ ഫിംഗർ പ്രിൻ്റ് അല്ലാണ്ട് വേറൊരു ഫിംഗർ പ്രിൻ്റ് ലഭിച്ചിട്ടില്ല. അന്നേരം പോലീസുകാർ പറയുന്നതാണ്, രണ്ടുപേരിങ്ങനെ അകത്ത് കയറി വരുന്ന CCTV ഫുട്ടേജ് കാര്യങ്ങളെല്ലാം എന്താക്കുന്നുണ്ട്, ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം പറയുകയാണ്. എന്തായാലും ഞാൻ നിങ്ങളോട് തീർച്ചയായും ഒരു കാര്യം പറയാം. അതായത് ഇവളെ ബാത്റൂമിലോട്ട് ഒരിക്കലും ഭീഷണിപ്പെടുത്തിയതിന് ശേഷം കൊണ്ടുപോയി കുറ്റിയിട്ടതല്ല. ഇവളെ താല്പര്യപ്രകാരം കയറിയതാണ്. ഇങ്ങനെയുള്ള രീതിയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. അവിടെ അവൾ വലിയ രീതിയിലുള്ള മൽപ്പിടുത്തങ്ങളോ കാര്യങ്ങളോ ചെയ്ത രീതിയിലുള്ള യാതൊരു
സ്പോട്ടിൽ ഞങ്ങൾക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മൽപ്പിടുത്തങ്ങളെല്ലാം പിടിക്കുന്ന ടൈമിന് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കുറ്റിയിട്ടെങ്കിലും അവൾ പുറത്തോട്ട് വരാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും നടത്തിയ രീതിയിലൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ നേരെ കൊണ്ടുപോയി പോലീസുകാർ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിന് ഇവളോട് മിതമായിട്ട് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിന് ഇവൾ പറഞ്ഞ കാര്യം തന്നെയാണ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതികൾ മാറ്റി ചോദിക്കുന്ന ടൈമിൽ ഇവൾ അങ്ങനെ തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. അന്നേരം ക്രൂഷ്യലായിട്ട് പോലീസുകാർ ഭീഷണിപ്പെടുത്തിയിട്ട് ഇവളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ ഇവൾ സത്യം വിളിച്ച് പറയുകയാണ്. അതിനുശേഷം പോലീസുകാരോട് ഇവൾ സത്യം പറയുന്നുണ്ട്. ഈ കല്യാണം നടക്കുന്നതിന് മുമ്പേ എനിക്ക് സുദിക് മോദി എന്ന് പറയുന്ന ഒരാളുമായി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിവാഹം കഴിക്കണമെന്നതുകൊണ്ട് തന്നെ ഞങ്ങളെ രണ്ടുപേരുടെയും ഫാമിലിയുടെ അടുക്കൽ പോയിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫാമിലി മുഴുവൻ ഈ കാര്യങ്ങൾ നിരസിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ രണ്ടുപേരുടെയും ഫാമിലി ചെറിയ രീതിയിലുള്ള ഒരു കുടുംബമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും ഫാമിലിയും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അവരുമായിട്ടുള്ള വിവാഹത്തിന് എൻ്റെ ഫാമിലി ഒരിക്കലും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ദിശിത്തിൻ്റെ വിവാഹാലോചന വന്നപ്പോൾ അവനിക്ക് എന്നെ വിവാഹം കഴിച്ച് കൊടുത്തത് എന്ന് പറയുകയാണ്. പിന്നീട് ഞാൻ ഇവനുമായിട്ടുള്ള കോൺടാക്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതായത് ദിശിത്തിൻ്റെ ഫാമിലിയും കാര്യങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ ഹൈലി റിച്ചായ ഒരു ഫാമിലി ആയിരുന്നു. അവരൊരു കൂട്ടുകുടുംബം പോലെ ഒരു വലിയ ബംഗ്ലാവിൽ ജീവിക്കുകയായിരുന്നു. ദിശിത്തിൻ്റെ ഏട്ടൻ്റെ ഭാര്യ, അതുപോലെ തന്നെ അനിലിൻ്റെ ഭാര്യ, അതുപോലെ തന്നെ ദിശിത്തിൻ്റെ അച്ഛന്, അമ്മ, അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു കൂട്ടുകുടുംബം പോലെ വളരെയധികം വലിയ രീതിയിലുള്ള ഒരു ബംഗ്ലാവിലായിരുന്നു ഇവർ താമസിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. പൈസക്കും കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം സുദിക് മോദി ഒരു വിവാഹം കഴിക്കുന്നുണ്ടായിരുന്നു. ഇവളെ ജീവിതം പോലെ ആയിരുന്നില്ല. ഇവന് വളരെയധികം വലിയ രീതിയിലുള്ള സെറ്റിലും കാര്യങ്ങളൊന്നും ആവാത്തത് കൊണ്ട് തന്നെ ഇവൻ്റെ ഭാര്യയുമായിട്ട് ഡെയിലി ഇവൻ വഴക്കാണ്. അതിനുശേഷം ഇവൻ്റെ ഭാര്യയുമായിട്ട് ഇവൻ ഡിവോഴ്സ് ആവുകയാണ്. ഡിവോഴ്സ് ആയതിനു ശേഷം FBയിൽ പതുക്കെ ഇവളെ വിളിച്ചിട്ട് ഇവൻ ചാറ്റ് ചെയ്യാൻ തുടങ്ങിയാണ്. ചാറ്റ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ പഴയ പ്രേമത്തെക്കുറിച്ചുള്ള ഇവൻ സംസാരിച്ചതിന് ശേഷം ഇവർ രണ്ടുപേരും നേരിട്ട് കാണുകയാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും ഹോട്ടലിൽ പോയി റൂം എടുത്ത് ബുക്ക് ചെയ്യാണ്. അതിനുശേഷം പാർക്കിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം സ്ഥലത്തോട്ട് ഇവർ രണ്ടുപേരും പോവുകയാണ്. പിന്നീടാണ് ജൂലൈ 27 ഈ ഫാമിലി മുഴുവൻ ട്രിപ്പ് പോകുന്ന കാര്യം ഇവർക്ക് തിരിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഭർത്താവിനോട് പറഞ്ഞ് നമുക്കെന്തായാലും ഈ ട്രിപ്പിനൊന്നും പോകണ്ട, നമുക്കെന്തായാലും ഇവിടെ നിൽക്കാൻ, എനിക്കൊന്നും എൻ്റെ വീട്ടിലോട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾ ഭർത്താവിനോട് പറഞ്ഞിട്ട് ഇവർ ഈ ട്രിപ്പിന് പോകുന്ന കാര്യം മുടക്കുകയാണ്. അതിനുശേഷം ഫാമിലി മാത്രം പോവുകയാണ്. ഈ ഭാര്യയും ഭർത്താവും എൻ്റെ കുഞ്ഞും വീട്ടിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനും എൻ്റെ കുഞ്ഞും എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. എൻ്റെ വീട്ടിൽ പോയതിന് ശേഷം ഞാൻ അവിടെ ഫുള്ള് എൻ്റെ അച്ഛനും അമ്മയെല്ലാം കണ്ടിട്ട് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ഭർത്താവ് വൈകുന്നേരം കാർ എടുത്തിട്ട് കൂട്ടാൻ വരികയാണ്. അപ്പം ആ ചെറിയ രീതിയിൽ ഫീവറിൻ്റെ പ്രോബ്ലം കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചതിന് ശേഷമായിരുന്നു വീട്ടിലോട്ട് വന്നത്. അതൊക്കെ കൊണ്ട് തന്നെ ധാരാളം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം രാത്രി 8-9 മണിയാകുന്ന ടൈമിനായിരുന്നു ഞങ്ങൾ വീട്ടിലോട്ട് വന്നത്. ഞങ്ങളിങ്ങനെ വീട്ടിലോട്ട് ആരും ഉണ്ടാകില്ല എന്ന കാര്യം ഈ സുദിക് മോദിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് രണ്ടുപേർക്കും ജീവിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും ഇവനെ നമുക്ക് കൊലപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ എന്ന കാര്യം ഇവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുദിക് മോദിയും അതുപോലെ തന്നെ സുദിക് മോദിൻ്റെ വിശ്വസ്തനായ ഡ്രൈവറെയും കൂട്ടിയിട്ടായിരുന്നു ഇവൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും ഇവനെ കൊലപ്പെടുത്തിയതിന് ശേഷം ഇവളെ ദേഹത്തുണ്ടായ ആഭരണങ്ങളെല്ലാം ഊരി മേടിച്ചതിന് ശേഷം ഇവളെ കൊണ്ടുപോയതിന് ശേഷം ആ ബാത്റൂമിൽ തന്നെ കുറ്റിയിട്ടിട്ട് അവിടെ മുഴുവൻ മുളക് പൊടിയെല്ലാം വിതറുകയാണ്. അതായത് ഡോഗ് സ്ക്വാഡ് വന്നിട്ടുണ്ടെങ്കിൽ സ്മെല്ല് പിടിച്ച് വൈത്താല വരണ്ട എന്നത് കൊണ്ട് തന്നെ അവിടെ മുളക് പൊടിയെല്ലാം വിതറുകയാണ്. അവിടെ യാതൊരു രീതിയിലുള്ള ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ വളരെയധികം വലിയ രീതിയിലുള്ള എവിഡൻസും കാര്യങ്ങളും പോലീസുകാർക്ക് കിട്ടരുത് എന്ന് ഇവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിനെല്ലാം ഇവർ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവർ പുറത്തിറങ്ങിയതിന് ശേഷം ദിശിത്തിൻ്റെ കാറിനെ എടുത്തിട്ട് ഇവർ രണ്ടുപേരും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതിനുശേഷം ദൂരെ CCTVയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ കാർ അവിടെ നിർത്തി വെക്കുന്നുണ്ട്. പിന്നീട് പോലീസുകാർ ഇവളുടെ മൊഴിയും അതുപോലെ തന്നെ ഇതെല്ലാം വെച്ചിട്ട് പോലീസുകാർ ഇവരെ പോയിട്ട് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അറസ്റ്റ് ചെയ്തതിന് ശേഷം കോർട്ടിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യുകയാണ്. സബ്മിറ്റ് ചെയ്ത് ഈ കേസ് ഹിയറിങ്ങും കാര്യങ്ങളും ഇങ്ങനെ നടന്നു വരുന്ന ടൈമിന് ഇവരുടെ വക്കീൽ നല്ല രീതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിന് കോർട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇതൊന്നും ഒരു എവിഡൻസ് ആയിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, നല്ല എവിഡൻസും കാര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ 3 പേരും ജാമ്യത്തിൽ വിടുകയാണ് ചെയ്തത്. നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിലും നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രോ.